മാതാപിതാക്കളും അധ്യാപകരും കുറച്ചേറെ വിഷമിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഒന്നിനും ഒരു ഉഷാറില്ല എന്ന് തോന്നുന്നത്. എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കുക, അല്ലെങ്കിൽ ഒരു നിസ്സംഗത മനോഭാവത്തോടെ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്നിനും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, എപ്പോഴും അവർ വേറൊരു ലോകത്തേക്ക് കണക്റ്റ് ആവുക. ഇത് പഠന വൈകല്യങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത സാധാരണ കുട്ടികളിലും കാണുന്നുണ്ട്. ഇതിനെ നമ്മളെപ്പോഴും പറയും അവനപ്പടി മടിയാ, അവൾക്കപ്പടി മടിയാണെന്ന്. ശരിക്കും ഇത് മടിയാണോ? പലപ്പോഴും ഇത് മടിയല്ല. ഇതിനെ നമ്മൾ ലേസി ചൈൽഡ് സിൻഡ്രം എന്ന് പറയുന്നു. സാധാരണയായി കുട്ടികളിൽ അമിതമായി ഉണ്ടാകുന്ന ലേസിനെസ് ആണ്. കാരണം എത്ര നമ്മൾ മോട്ടിവേറ്റ് ചെയ്താലും, മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കുറച്ച് സമയത്തേക്കിന് മാത്രം കുട്ടി ആക്റ്റീവായിരിക്കുന്നു. അതിനുശേഷം കുട്ടി താന്നു പോകുന്നു. ചില കുട്ടികളിലേക്ക് മോട്ടിവേഷൻ ഏൽക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്കില്ലേ? അതിനെ ഒരു ഇൻസ്പിരേഷൻ്റെ കുറവെന്ന് പറയും. ആ ഇൻസ്പിരേഷൻ കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ ഇൻസ്പിരേഷൻ ഇല്ലാതിരിക്കുന്നത്? നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഫുള്ളി കെമിക്കൽ വസ്തുക്കളാണ്, ബയോകെമിക്കൽസാണ് കൂടുതലും. അപ്പോൾ തലച്ചോറ് അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും അതേപോലെ പുതിയ നിർദ്ദേശങ്ങളെ കൂട്ടി കണക്ട് ചെയ്യാനും പഠിപ്പിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുക എന്നൊരു ഘടകമുണ്ട്. അത് എൻ്റയർലി ഡിഫറൻ്റാണ് സാധാരണയൊരു പ്രോസസ്സിൽ നിന്നും. പഠനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പം തലച്ചോറിൻ്റെ സങ്കീർണമായ പ്രക്രിയകൾ ഇതിനുള്ളിൽ വരുന്നു. എന്നാൽ ലേസി ചൈൽഡ് സിൻഡ്രത്തിൽ കുട്ടികൾക്ക് പലപ്പോഴും ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. ചില കുട്ടികൾക്ക് ഫുഡിനോട് പോലും താല്പര്യമുണ്ടായിരിക്കില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ പേരൻസ് പലവിധത്തിലും ദേഷ്യപ്പെട്ടും വഴക്ക് പറഞ്ഞും അടിച്ചും തല്ലിയും അല്ലെങ്കിൽ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. എന്നാൽ ശരിക്കും ഇത് പഠന വൈകല്യങ്ങൾ ADHD, ASD പോലുള്ള ചലഞ്ചസുകളുടെ ഭാഗമായും അറ്റൻഷൻ ഡെഫിസിറ്റ് പോലുള്ള ചെറിയ തിരിച്ചറിയപ്പെടാത്ത ഘടകങ്ങളിലും ഒക്കെ ഈ ഒരു അവസ്ഥ കുട്ടികളിൽ വരികയും കുട്ടികൾക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയാണ് ആയിട്ടാണ് ഈ ലേസി ചൈൽഡ് സിൻഡ്രം എന്നത് വരുന്നത്. അവിടെ നമ്മൾക്കായിട്ട് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം? പലപ്പോഴും ക്യൂരിയോസിറ്റി ഇല്ലാതെ വരുന്നു. ആ ഒരു അടഞ്ഞിരിക്കുന്ന ആ ഒരു കവറിനുള്ളിൽ എന്താണെന്ന് തുറന്നു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു ബയോകെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവുന്നു. ആ ഒരു സാഹചര്യത്തിൽ എവിടെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം? അതായത് വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്യാം. ഗോള് സെറ്റ് ചെയ്തിട്ട് അതിനെ റിവാർഡ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാം. നമുക്ക് അവർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് കുട്ടിയെ ഒരു അവനവനോട് ആശയവിനിമയം ഇല്ലാത്ത രീതിയിൽ നിന്ന് മാറ്റി ഗോളിലേക്ക് കണക്ട് ചെയ്യാം. ഗോളുമായി കണക്റ്റ് ആവുന്ന സെൽഫ് ടോക്കുകളിലേക്ക്, ഇൻറ്റേർണൽ ഡയലോഗുകളിലേക്ക് കുട്ടിയെ നയിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യം വീട്ടിൽ നമ്മൾ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എങ്കിൽ കുട്ടിക്ക് ഇൻസ്പിരേഷൻ എന്നത് വളരെയധികം കുറഞ്ഞിരിക്കുന്നു. ഇൻസ്പിരേഷൻ കുറയാൻ ശാരീരികവും മാനസികവുമായ പല കാരണങ്ങളുണ്ട്. ഇൻസ്പിരേഷൻ കുറവാണെങ്കിൽ ക്യൂരിയോസിറ്റി കുറവായിരിക്കും. ക്യൂരിയോസിറ്റി കുറവാണെങ്കിൽ അത് പലപ്പോഴും ഡിപ്രഷൻ്റെ പാർട്ടായിരിക്കും. അതേപോലെ തന്നെ ക്യൂരിയോസിറ്റി കൂടുതലാണെങ്കിൽ അത് ഹൈപ്പർ ആക്ടിവിറ്റിയും ആയിരിക്കും. ഇവിടെ രണ്ടിടത്തും ചലഞ്ചസ് ഉണ്ട്. വേറെ ജനറലായിട്ടുള്ള ബൗദ്ധിക മാനസികമായ യാതൊരുവിധ പ്രതിസന്ധികളും ഇല്ലാത്ത കുട്ടിക്കാണെങ്കിൽ മിക്കവാറും കുട്ടിയുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷനിൽ ഒരു മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടായിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായിരിക്കാം ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ചിന്തിക്കുന്നതിനെ ഓർഗനൈസ് ചെയ്യുക, കണക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു പ്രോജക്റ്റ് സ്കൂളിൽ ചെയ്യുക. അതിന് പോലും ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്നത്. അതായത് ഒരു കാര്യത്തെ ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ കണക്ട് ചെയ്യുന്നു, അതിൻ്റെ ഫൈൻഡിങ്സ് എഴുതുന്നു, ഒബ്സർവേഷൻസ് കൊണ്ടുവരുന്നു, കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടിക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് ജനറൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് ദൂരം മാറിയാണ്. അവിടെ കുട്ടിക്ക് ശരിയായിട്ടും നമ്മൾക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. വേറെ ചലഞ്ചസ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് തന്നെ വീട്ടിൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോട് വേണമെങ്കിൽ പോലും ഈ കുട്ടിയെ ലേസി ചൈൽഡ് സിൻഡ്രം ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ ലേസി ചൈൽഡ് സിൻഡ്രം എല്ലായ്പ്പോഴും ലേസിനെസ് കൊണ്ടല്ല. എന്തുകൊണ്ട് ലേസിനെസ് ഉണ്ടാകുന്നു എന്ന് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു മെൻറ്ററുടെ സഹായത്തോടെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ശാരീരികവും മാനസികവും വൈകാരികവും ബൗദ്ധികവുമായ പല തലങ്ങളിലും പല ചലഞ്ചസും ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് മടിയാണ്, ഇവൻ മടിയനാണ് എന്ന് പറയണ്ട. അതിന് പകരം നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടും കുട്ടി
അടുത്ത ലെവലിലേക്ക് പോകുന്നില്ല എങ്കിൽ ഒന്നുറപ്പിച്ചോളൂ, കുട്ടിയിൽ ഇൻസ്പിരേഷൻ ഇല്ല. ആ ഇൻസ്പിരേഷനുമായി പുറത്തുനിന്ന് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാം, ഉള്ളിലെ ഇൻസ്പിരേഷൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് കുട്ടിക്ക് വിദഗ്ധമായ സഹായം ആവശ്യമുള്ളത്.